തിരുത്തുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും CPM-നും സർക്കാരിനും മലപ്പുറം പരാമർശമുണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല. മുഖ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം പരാമർശത്തെ ഉപയോഗിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ഉൾവലിഞ്ഞത് ഭൂരിപക്ഷത്തിനിടയിൽ ചർച്ചയാക്കാനാണ് BJP-യുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ പുകമറ ഒഴിവാക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ്. KK പ്രശാന്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നത്. പ്രശാന്ത്, വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമായൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ ആയുധമാക്കാൻ തന്നെയാകും പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം BJP-യുടെ ഒക്കെ തീരുമാനം. ആ പറഞ്ഞ PR ഏജൻസി ഏതാണ് എന്നതുകൂടി ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രതിപക്ഷം ഇതിനെ ഏത് തരത്തിൽ ആയുധമാക്കി മുഖ്യമന്ത്രിക്കും CPM-നും എതിരെയൊക്കെ തിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രശാന്ത്, ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 29-ാം തീയതിയാണ് മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കുന്നത്. 30-ാം തീയതി ഇത് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഹിന്ദുവിൽ അച്ചടിച്ചു വരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചവരെ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പറഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അറിവില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇന്നലെ വാർത്ത കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളും അതിനുശേഷം മറ്റു ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇത്തരത്തിലൊരു നിലപാട് തിരുത്താനുള്ള നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുണ്ടാകുന്നു. മാത്രമല്ല, തെറ്റായൊരു നിലപാടാണ് ഉണ്ടായതെന്നും പറയുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് വലിയ രീതിയിൽ വീണ്ടും PV അൻവറാണ് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത്. PV ആരോപണം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ പ്രധാനമായും പറഞ്ഞത് ഡൽഹിയിലടക്കം പബ്ലിഷ് ചെയ്യുന്ന ഒരു പത്രത്തിൽ, ഇറങ്ങുന്ന ഒരു പത്രത്തിൽ ഇത്തരം പരസ്യം കൊടുത്തതിന് പിന്നിൽ ഇത്തരം വാർത്തകൾ ഡൽഹിയിലേക്കടക്കം എത്തിക്കുക എന്ന ലക്ഷ്യം പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അതിനുശേഷം അത് പ്രതിപക്ഷം ഒന്നാകെ ഏറ്റെടുക്കുന്നു. മുസ്ലിം ലീഗ് ശക്തമായ വിമർശനമായി മുസ്ലിം ലീഗ് അടക്കം തന്നെ രംഗത്തെത്തുകയൊക്കെ ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മലക്കം മറിയുന്ന രീതിയിലേക്ക് മാറിയെന്നുള്ള ആരോപണം BJP ഉന്നയിക്കുന്നു. അത് ഏറെക്കുറെ ശരിയുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരം 1.5 ദിവസത്തോളം കാത്തിരുന്നുകൊണ്ട് എന്തിനാണ് ഇത്തരമൊരു മറുപടിയിലേക്ക് പോയതാണ്. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ് ഹിന്ദുവിന് ഇത്തരത്തിലൊരു കത്ത് നൽകുന്നത്. അതായത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഈ അഭിമുഖത്തിന്റെ ഭാഗമായി അച്ചടിച്ച് വന്നിട്ട് അത് തിരുത്താൻ, അതിനൊരു വ്യക്തത വരുത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിൽ തന്നെ ഹിന്ദു പിന്നീട് വ്യക്തമാക്കിയത് ഒരു കമ്പനി PR ഏജൻസി തങ്ങളെ സമീപിക്കാനുണ്ടായത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അഭിമുഖം എടുക്കുന്നു. പക്ഷേ അതിൽ തന്നെ അവർ പറഞ്ഞ ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ ഭാഗത്തിലാണ് പ്രധാനമായും മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉള്ളതെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതിൽ തങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇംഗ്ലീഷ് ദിനപത്രം വ്യക്തമാക്കിയത്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം ഈ PR ഏജൻസിയെ ഇത്തരം അഭിമുഖത്തിന് ചുമതലപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം വളരെ കൃത്യമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് അഭിമുഖം കൊടുക്കാൻ ഒരു മാധ്യമത്തിന്, പ്രത്യേകിച്ച് ദേശീയ മാധ്യമത്തിന് അഭിമുഖം കൊടുക്കാൻ എന്തിനാണ് ഒരു PR ഏജൻസി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഇനിയും സമൂഹത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണോ ഇത്തരമൊരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് സംശയിക്കേണ്ടിയിരിക്കും. മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായെന്നോ ഉള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഏത് തരത്തിലുള്ള നീക്കമാണ് കെയ്സോൺ എന്ന് പറയുന്ന ഇത്തരത്തിലൊരു ഏജൻസി നടത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു നീക്കം കെയ്സോൺ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ആര് എന്നുള്ളത് കണ്ടെത്തണം. കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള അഭിമുഖങ്ങൾ നൽകുകയോ മറ്റ് ഇടപെടലുകളോ നടത്തുകയോ ചെയ്ത ഒരു PR ഏജൻസിയാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി അല്ല, മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം. അക്കാര്യങ്ങളിൽ തന്നെ വ്യക്തത വരുത്തേണ്ടതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ, പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ച ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഈ വിഷയം ഉയർത്താൻ, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് പേടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിലപാട് മാറ്റിയെന്ന വിമർശനം BJP ഇതിനോടകം തന്നെ ഉയർത്തിയിരിക്കുന്നു. സ്വാഭാവികമായും അതിനുകൂടി മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് സർക്കാരിനെയും മുഖ്യമന്ത്രിയും അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിന്നോക്കം പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായെങ്കിൽ ഇനി അതിന് പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. PR ഏജൻസി നിയന്ത്രിക്കുന്നത് ആര്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്ത് ബന്ധമാണ് ഈ ഏജൻസികൾ തുടങ്ങിയ ചോദ്യങ്ങൾ ഇനിയും സമൂഹത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ വിവാദം കെട്ടടങ്ങുമെന്നൊക്കെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. നന്ദു, തീർച്ചയായും KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ ഇതിൽ ഇനി മുഖ്യമന്ത്രി ഇത്തരത്തിൽ വിശദീകരണമൊക്കെ നൽകിയെങ്കിൽ പോലും പ്രതിപക്ഷ ഇതിനെ കൃത്യമായ ആയുധമാക്കാം. ഏതാണ് ആ PR ഏജൻസി, എന്തിനാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ PR ഏജൻസിയെ ഈ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് സ്വാധീനിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. KK പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.